ഏതാണ്ട് 14 മിനിറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ വസ്ത്രം അഴിച്ചുമാറ്റി SIയും ക്രിമിനലുകളായ പോലീസുകാരും ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന, കരഞ്ഞു പോകുന്ന ദയനീയമായിട്ടുള്ള ചിത്രമാണ്. മനുഷ്യ മനസാക്ഷിയെയും ഹൃദയങ്ങളെയും നടുക്കിയ, ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ, തൃശ്ശൂരിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്ത് VSനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് SIയുടെ നേതൃത്വത്തിൽ മൃഗീയമായി, ക്രൂരമായിട്ട് മർദ്ദിച്ച് അവസാനാക്കിയതിൻ്റെ ചിത്രങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയത്. 2023 ഏപ്രിൽ മാസം 5-ാം തീയതി പാതിരയോടെയാണ് സുജിത്തിനെ പോലീസ് പിടികൂടി മൃഗീയമായിട്ട് പോലീസ് ജീപ്പിൽ വെച്ച് വസ്ത്രം അഴിച്ച് ക്രൂരമായിട്ട് മർദ്ദിച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി SIയുടെയും മറ്റ് കോൺസ്റ്റബിൾമാരുടെയും നേതൃത്വത്തിൽ മുഖത്തടിച്ചു, കർണപടങ്ങൾ പൊട്ടി, കുനിച്ചു നിർത്തി കൈമടക്കി കുത്തി, നിലത്തിട്ടും ആക്രമിച്ചു. CCTV ദൃശ്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ആ ദൃശ്യങ്ങളിൽ പതിയാത്ത സ്ഥലങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി വീണ്ടും ക്രൂരമായിട്ട്, അതിക്രൂരമായിട്ട് വർദ്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ആ രാത്രിയും പിറ്റേന്ന് പകൽ വൈകുന്നേരം 5 മണി വരെ പോലീസിൻ്റെ ഈ മർദ്ദനം തുടർന്നു. ഈ ആക്ഷേപവും ഭീഷണിയും തുടർന്നു. വൈകുന്നേരം 5 മണിക്ക് മാത്രമാണ് പോലീസ് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തത്. സുജിത്ത് മദ്യപിച്ചിരുന്നു എന്ന ഒരു കള്ളക്കേസിൽ FIR ഉണ്ടാക്കി മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കിയത്. മജിസ്ട്രേറ്റിന് ഈ കേസിൻ്റെ സത്യസ്ഥിതിയിൽ സംശയം തോന്നി. മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സുജിത്തിനെ വൈദ്യപരിശോധനയ്ക്കും സുജിത്തിന് പരിക്ക് പറ്റിയത് സംബന്ധിച്ച് മജിസ്ട്രേറ്റ് മനസ്സിലാക്കിയിട്ട് ചികിത്സയ്ക്കായിട്ടും അയച്ചത്. ആ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിരുന്നില്ല എന്ന് വ്യക്തമായി. പോലീസിൻ്റെ ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾക്കെതിരെ, അതിക്രൂരമായ മർദ്ദനങ്ങൾക്കെതിരെ സുജിത്ത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതികളിൽ സത്യസന്ധമായ അന്വേഷണം നടന്നിട്ടില്ല. എങ്കിലും ഭാഗികമായിട്ടെങ്കിലും ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ഒരു അന്വേഷണം നടത്തുകയും അദ്ദേഹം ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ സുജിത്തിനെ സ്റ്റേഷൻ്റെ അകത്ത് വെച്ചും മർദ്ദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ബോധ്യം വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നു. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചു. ആ റിപ്പോർട്ടിൽ സുജിത്തിനെ SI ഉൾപ്പെടെയുള്ള പോലീസുകാർ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നതാണ് ആ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത്. എന്നാൽ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലോ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലോ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഒരു കുറ്റകൃത്യം വന്നാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ ഒരാളെ അന്യായമായി സ്റ്റേഷനിലാണെങ്കിൽ പോലും തടഞ്ഞു വെച്ചതിനും ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ യോഗ്യതരല്ല എന്ന് തെളിയുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ട ആളുകൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആ കുറ്റങ്ങൾക്കനുസൃതമായി, ആ കുറ്റങ്ങളുടെ ആനുപാതികമായി യാതൊരു ശിക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഞാൻ പ്രതികളെന്ന് പറയുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിൽ പ്രതികളാണ്. ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ രാഷ്ട്രീയ സംരക്ഷണത്തിൽ ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് കംപ്ലൈൻറ്റുമായിട്ട് കോടതിയിൽ പോകാൻ സുജിത്ത് നിർബന്ധിതനായി. പോലീസിൽ കൊടുത്ത പരാതികൾ, മുഖ്യമന്ത്രി കൊടുത്ത പരാതി, അതിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുന്നംകുളം കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു. കോടതി ഈ കേസ് അന്വേഷണം നടത്തിയ, സുജിത്തിൻ്റെ പരാതിയിൽ അന്വേഷിച്ച
ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറെ സാക്ഷിയായിട്ട് വിസ്തരിക്കാൻ നോട്ടീസ് അയച്ചിട്ട് സമൻസ് അയച്ചിട്ട് അദ്ദേഹം സമൻസ് കൈപ്പറ്റിയിട്ട് 1 വർഷക്കാലം അദ്ദേഹം കോടതിയിൽ ഹാജരാകാതെ നിയമത്തെ തോൽപ്പിക്കാൻ ഈ കേസന്വേഷണം കോടതി നടത്തുന്ന ഈ അന്വേഷണത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ അസിസ്റ്റന്റ് കമ്മീഷണർ 1 വർഷക്കാലം കോടതിയിൽ ഹാജരാകാതിരുന്നു. അവസാനം സുജിത്തിൻ്റെ അപേക്ഷയിൽ കോടതിക്ക് ഇടപെട്ടുകൊണ്ട് എസ് പി വഴി വാറണ്ട് അയച്ചിട്ടാണ് അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണർ വന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണം സംബന്ധിച്ച കോടതിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വിചാരണ അവിടെ നടത്തിയത്, വിസ്താരം നടത്തിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുന്നംകുളം കോടതി, മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണ്, പ്രഥമ ദൃഷ്ട്യാ അവരുടെ പേരിലുള്ള കുറ്റം നിൽക്കുന്നതാണ് എന്ന് കണ്ടിട്ടാണ് കോടതി പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് അത് ഫയൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും കേരള സർക്കാർ ഈ കാര്യത്തിൽ തികച്ചും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പരാതിക്ക് ഇടയാക്കിയ സംഭവങ്ങൾ, പരാതിയുടെ അടിസ്ഥാനം തെളിയിക്കുന്നതിന് വേണ്ടി സുജിത്ത് CCTV ദൃശ്യങ്ങളുടെ ഫുട്ടേജ് ആവശ്യപ്പെട്ടു. വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷകളെ എതിർക്കുകയും അത് കൊടുക്കാതിരിക്കാനുള്ള പല മുടന്തൻ ന്യായങ്ങളും പറയുകയാണ് ചെയ്തതെങ്കിലും അതിൽ സ്റ്റേറ്റ് കമ്മീഷൻ്റെ അടുത്ത് അപ്പീൽ പോയി. അങ്ങനെയാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ CCTV ദൃശ്യങ്ങൾ ഏതാണ്ട് 14 മിനിറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ വസ്ത്രം അഴിച്ചുമാറ്റി SIയും ക്രിമിനലുകളായ പോലീസുകാരും ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന, കരഞ്ഞു പോകുന്ന ദയനീയമായിട്ടുള്ള ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത്, ഇന്ന് പത്രങ്ങളിലൂടെ വായിച്ചത്. പല വാർത്താമാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടാണ് പോലീസിൻ്റെ നരനായട്ടിനെ വിമർശിച്ചത് എങ്കിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്, മൗനം തുടരുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല. ഇത്ര മൃഗീയമായ കുറ്റം, ഇത്ര മൃഗീയമായ പീഡനം, ഒരു മനുഷ്യനെ ഇത്ര നിന്ദ്യമായിട്ട്, ക്രൂരമായിട്ട്, പൈശാചികമായിട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച, അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെൻ്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഈ കുറ്റവാളികൾ പോലീസ് സേനയിൽ ഒരു അച്ചടക്കമുള്ള സേനയാണ്. അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ അവർ യോഗ്യരല്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നഗ്നമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. സുജിത്തിന് വന്നിട്ടുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് സർക്കാർ ഉത്തരവാദിയാണ്. സുജിത്തിന് എത്ര സംഖ്യ നഷ്ടം കൊടുത്താലും ആ നഷ്ടം മതിയാവുന്നതല്ല. ഇറെപ്പയറബിൾ ഇൻഷുറി, പരിഹരിക്കാൻ സാധിക്കാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും സർക്കാർ അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് സുജിത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിൻ്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഈ ക്രിമിനലുകൾക്കെതിരെ, ഈ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ ചെയ്ത കുറ്റത്തിന് ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും കേരള സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സുജിത്തിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ ധീരമായ പോരാട്ടം, നിയമ പോരാട്ടം, തൃശ്ശൂരിലെ കുന്നംകുളത്തെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണത്തോടെ ഈ നിയമയുദ്ധം, ഈ പോരാട്ടം, ധർമ്മത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിൻ്റെ മുൻപിൽ കേരള പോലീസിൻ്റെ യഥാർത്ഥ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നഗ്നമാക്കുന്നതിനെ, വ്യക്തമാക്കുന്നതിന് പോരാടിയ ഈ യുവ സ്നേഹിതൻ സുഹൃത്തിനെ, സുജിത്തിനെ ഞാൻ നന്ദിയോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും ജനാധിപത്യ വിശ്വാസികളും ഈ അനീതിക്കെതിരെയുള്ള സുജിത്തിൻ്റെ സമരത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. സുജിത്ത് ഒറ്റയ്ക്കല്ല, നിയമവാഴ്ച അതിൽ വിശ്വസിക്കുന്ന മുഴുവൻ പേരും സുജിത്തിൻ്റെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണ അറിയിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം, ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്.
പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി അവരുടെ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനമെന്നാണ്. സുജിതിനെ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനമാണോ അല്ലയോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഉത്തരം പറയണം. സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ മാസം 10-ാം തീയതി ഓണത്തിൻ്റെയും ഉത്സവങ്ങളുടെയും അവധി കണക്കിലെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി സെപ്റ്റംബർ മാസം 10-ാം തീയതി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സംഗമം, കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും ജനകീയ പ്രതിഷേധ സംഗമം. ഇത്ര പൈശാചികമായ സംഭവം നടന്ന പ്രതികളെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിയമവിരുദ്ധമായി രക്ഷിക്കുന്ന ഈ നെറികെട്ട മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതിഷേധ ജനകീയ സംഗമങ്ങൾ നടത്താൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കും. സമരപരിപാടികൾക്ക് DCC നേരത്തെ തീരുമാനിച്ച സമരപരിപാടികൾ നടക്കും. ഞാൻ ഈ കാര്യത്തിൽ കേരളത്തിലെ നിയമവാഴ്ചയെ അംഗീകരിക്കുന്ന ആഗ്രഹിക്കുന്ന പോലീസിൻ്റെ ഉത്തരവാദിത്വം പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നിയമപരിപാലനമാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വമെങ്കിൽ നിയമവാഴ്ച റൂൾ ഓഫ് ലോ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.